बच्चे आप कैसे हैं? सभी खुशी है ना? ओके। पिछले कक्षा में हमने गजानन माधव मुक्तिबोध का एक कहानी के बारे में चर्चा किया। ओके, कहानी के कुछ अंश के बारे में हमने चर्चा किया। ओके, उस कहानी में एक पक्षी के बारे में एक छोटी सी कहानी है वह। ओके, उस पक्षी नौजवान पक्षी है। उस पक्षी की विशेषता क्या है? उस पक्षी बहुत ऊंचाई में उड़ने वाले पक्षी है और उसकी विशेषता दूर दूर की भनक और दूर दूर की महक मिल जाती है അല്ലേ? അതായത് വളരെ ഉയരത്തിൽ പറക്കാൻ കഴിവുള്ള ഒരു പക്ഷിയായിരുന്നു നമ്മുടെ കഹാനിയിലെ പക്ഷി ഓർ ദീമക് എന്ന് പറയുന്ന കഹാനിയിലെ നൗജവാൻ പക്ഷി. അതുപോലെ അതിനെ വളരെ ദൂരെ നിന്നുള്ള സൗണ്ട് അതുപോലെ സ്മെല്ലൊക്കെ അതിന് കിട്ടുമായിരുന്നു. ओके, एक दिन वह पक्षी नीचे ज़मीन पर एक बैलगाड़ी को देखा. उस बैलगाड़ी में एक गाड़ी वाला अपने गाड़ी में दीमकों को भोरे में भरकर बेचता है അല്ലേ? അതായത് ഒരു കാളവണ്ടിക്കാരൻ അയാളുടെ കാളവണ്ടിയിൽ ചിതലുകളെ നിറച്ചിട്ട് വലിയ വലിയ ചാക്കുകളിൽ നിറച്ചിട്ട് അത് സെയിൽ ചെയ്യായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിന് ശബ്ദം കേട്ടു അല്ലേ? ഉസ് പക്ഷീനെ ഉസ് ഗാഡി വാലെ का शब्द सुना. वो कैसा है? वो शब्द क्या है? എന്തായിരുന്നു ആ ശബ്ദം? എന്തായിരുന്നു അയാൾ വിളിച്ചു പറഞ്ഞിരുന്നത്? ഹാ ഏക് പങ്ക് കെ ബദലെ ദോ ദീമകെ ലോ അല്ലേ? ഒരു ചിറകിന് പകരം 2 ചിതലുകളെ എടുത്തോളൂ എന്നുള്ള ഒരു ഓഫറും കൊണ്ടാണ് അയാൾ അനൗൺസ് ചെയ്തിങ്ങനെ പോകുന്നത് അല്ലേ? ഈ സുനത്തെ സമയം വ പക്ഷീനെ ക്യാ കിയാ? അത് കേട്ട സമയത്ത് ആ പക്ഷി എന്താ ചെയ്തത്? वो ആകാശ് की ऊंचाई से नीचे उतरा അല്ലേ? ആകാശത്തിലെ ഉയരങ്ങളിൽ നിന്ന് ആ പക്ഷി താഴോട്ട് വന്നു. वो किसके लिए? എന്തിനു വേണ്ടിയിട്ടായിരുന്നു അത് വന്നത്? वो പക്ഷി को लगा वो बहुत सुविधा है. വളരെ നല്ലൊരു സൗകര്യപ്രദമായിട്ടൊരു ആഹാരം സമ്പാദന രീതിയാണെന്ന് അതിന് മനസ്സിലായി. कारण क्या है? उस पक्षी का स्वाभाविक आहार क्या है? आकाश में जो तैरते हुए कीड़ों को मिलता है वह है वह पक्षी का आहार. लेकिन दीमके कहाँ से मिल जाते हैं? दीमके धरती से मिल जाते हैं അല്ലേ? അതായത് ആകാശത്ത് നിന്ന് ഇതുള്ള ചെറിയ കീടങ്ങളെ ഭക്ഷിച്ചിട്ടാണ് ആ പക്ഷികൾ കഴിഞ്ഞിരുന്നത്. എന്നാൽ ഈ അതായത് ചിതലുകളെ ഇവർക്ക് ഭൂമിയിൽ നിന്നാണ് കിട്ടാൻ കഴിഞ്ഞത് അല്ലേ? रोज वो पक्षी ने अपने एक पंग देकर 2 दीमके लेते हैं അല്ലേ? അങ്ങനെ ഈ പക്ഷി ഡെയിലി എന്ത് ചെയ്തു? തൻ്റെ ഒരു ചിറകിന് പകരം തൂവലിന് പകരം 2 ചിതലുകളെ വാങ്ങിച്ച് ഭക്ഷിക്കാൻ തുടങ്ങി അല്ലേ? ये उस नौजवान पक्षी के पिता ने देखा. ഇത് നമ്മുടെ നൗജവാൻ പക്ഷിയുടെ ഫാദർ കാണുകയും उस नौजवान पक्षी को इसके बारे में ये सही नहीं है, ഇത് ശരിയല്ല, इस बात पर समझाने की कोशिश की എന്ന കാര്യം മനസ്സിലാക്കിപ്പിക്കാൻ വേണ്ടി ആ പക്ഷിയുടെ പിതാവ് ശ്രമിച്ചു. ലേക്കിൻ വ തിരസ്കാർ കിയ. എന്നാൽ അത് ആര് തിരസ്കരിച്ചു? അത് ആര് ചെവി കൊണ്ടില്ല? നൗജവാൻ പക്ഷി അല്ലേ? നൗജവാൻ പക്ഷി ചെവി കൊണ്ടില്ല. उस नौजवान पक्षी के अंदर में दीमके गाने की शौक था. कारण क्या है? पिता की बातें न मान दिया अല്ലേ? न मान दिया किसने? वह पक्षी. इसका कारण क्या है? എന്തായിരുന്നു അതിന് കാരണം? उस नौजवान पक्षी के अंदर में ദീമകെ ഖാനെ കാ ഷൗക്ക് ത അല്ലേ? അതായത് ഈ ചിതലുകളെ ഭക്ഷിക്കാനുള്ള അതിയായ ആഗ്രഹമായിരുന്നു അതിൻ്റെ ഉള്ളിൽ അല്ലേ? ഓക്കെ, नौजवान पक्षी ने अपने हर एक दिन अपने पंग
दे देकर उस പക്ഷി की अस्तित्व ഉഡ്നെ की अस्तित्व नष्ट किया अब അല്ലേ. അതായത് പറക്കാനുള്ള പക്ഷിയുടെ കഴിവ് ഇപ്പോൾ എന്തായി, അത് നഷ്ടപ്പെട്ടു അല്ലേ. ഉഡ്നെ की क्षमता कम हो गई है, അതായത് പറക്കാനുള്ള ആ ക്ഷമത, കഴിവ് അതിന് നഷ്ടമായി. अब उस പക്ഷി की हालत कैसा है, ഇപ്പോൾ പക്ഷിയുടെ അവസ്ഥ എന്തായിരുന്നു. उस പക്ഷി को आकाश यात्रा में बहुत हफ्ते हुए वह पेड़ों पहाड़ों की चट्टानों गुंबदों बुर्जों पर बैठना करने पड़ा അല്ലേ. അതായത് വളരെ ക്ഷീണിച്ച് അതിന് പിന്നെ പർവ്വതങ്ങളുടെയും പാറക്കൂട്ടങ്ങളുടെയും അതുപോലെ മരങ്ങളുടെ ഒക്കെ ശിഖരങ്ങളിൽ അതുപോലെ കുംഭഗോപുരങ്ങളുടെയും മിനാരങ്ങളുടെയൊക്കെ മുകളിൽ അതിനെ ക്ഷീണിച്ചുകൊണ്ട് ഇരിക്കേണ്ടതായി വന്നു. കാരണം ക്യാ ഹേ, എന്തായിരുന്നു അതിന് കാരണം. ഉസ്കാ പങ്ക് ഹർ ദിൻ നഷ്ട കിയ അല്ലേ. ഓരോ ദിവസവും അതിൻ്റെ ചിറകുകൾ നഷ്ടപ്പെട്ടുകൊണ്ടേയിരുന്നു. അത് കാരണം ഇസ്ലിയെ ഉസ്കി ഉഡ്നെ की क्षमता कम हो गई, അതിനാൽ അതിൻ്റെ പറക്കാനുള്ള കഴിവ് അത് നഷ്ടപ്പെട്ടു. इसके बाद उस पक्षी ने सोचा आकाश में उड़ना फिजूल है, वह मूर्खों का काम है അല്ലേ. അപ്പോൾ പക്ഷി ചിന്തിക്കുകയാണ്. എന്താ ചിന്തിച്ചത്. ആകാശത്തിൽ പറക്കുന്നത് ഫിജൂൽ ഹെ, വ്യർത്ഥമാണ്, വെറുതെയാണ്. പിന്നെ അതെന്താണ്, മൂർഖോം കാ കാം ഹെ, വിഡ്ഢികളാണ് ആകാശത്തിലൂടെ പറക്കുക എന്ന് ചിന്തിച്ചു. അബ് ഉസ് പക്ഷിക്ക് ഹാലത് കൈസാ ഹെ, ഇപ്പോൾ പക്ഷിയുടെ അവസ്ഥ എന്തായിരുന്നു. ഏക് പേട് സെ ബഹുത് ऊंचाई में उड़ने वाले वह पक्षी अब उस पक्षी को एक पेड़ के एक डाली से दूसरी डाली तक ഉഡ്സക അല്ലേ. അതായത് വളരെ ഉയരത്തിൽ പറന്നിരുന്ന പക്ഷിക്ക് ഇപ്പോൾ ഒരു മരത്തിൻ്റെ ഒരു ശിഖരത്തിൽ നിന്ന് മറ്റൊരു ശിഖരത്തിലേക്ക് മാത്രമേ പറക്കാൻ സാധ്യമായിരുന്നുള്ളൂ. ഓക്കെ, നെക്സ്റ്റ് പേജ് നമ്പർ 19, लास्ट सेक्शन, लास्ट पैराग्राफ. बीच बीच में गाड़ी वाला बुत्ता दे जाता, वह कहीं नज़र में न आता, पक्षी उसके इंतज़ार में गुलता रहता. बीच बीच में അതിനിടയ്ക്ക് ഗാഡി വാല, ഗാഡി വാല ബുത്താ ദേ ജാത്ത, ബുത്താദേന മീൻസ് ഫ്രോഡ്, അതായത് പറ്റിക്കുക, വഞ്ചിക്കുക എന്നൊക്കെ അർത്ഥം. അതായത് ഈ പക്ഷിയെ വഞ്ചിക്കാൻ തുടങ്ങി, അതായത് പറ്റിക്കാൻ തുടങ്ങി. എന്താ പറ്റിച്ചിരുന്നത്. വ കഹി നസർമേ ന ആത്ത, ഡെയിലി വന്നുകൊണ്ടിരുന്ന ഈ വ്യക്തി ഇപ്പോൾ അയാളെ കാണാതെയായി. വ കഹി നസർമേ ന ആത്ത അല്ലേ, ഇപ്പം അതിനെ അയാളെ കാണാനില്ല. പക്ഷി ഉസ്കെ ഇന്തസാർ മേ ഗുൽത്താ രഹത്ത, പക്ഷിയാകട്ടെ ഉസ്കെ ഇന്തസാർ മേ, അദ്ദേഹത്തെ പ്രതീക്ഷിച്ച് ഗുൽത്താ രഹത്ത, ക്ഷീണിതനായി ഇരിക്കുകയാണ്. വളരെയധികം പ്രതീക്ഷിച്ചുകൊണ്ട് ഇയാളെ കാത്ത് വെയിറ്റ് ചെയ്തുകൊണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. നെക്സ്റ്റ് പാരഗ്രാഫ്. लेकिन दीमकों का शौक जो उसे था, उसने सोचा मैं गुद दीमकें टूटूंगा, इसलिए वह पेड़ पर से उतरकर ज़मीन पर आ गया और घास के एक लहराते गुच्छे में सिमट कर बैठ गया. लेकिन बट എന്നാൽ दीमकों का शौक, പക്ഷി को मालूम है പക്ഷി का अस्तित्व अब नष्ट हो गया. പക്ഷിക്ക് അറിയാം, നവജാൻ പക്ഷി को मालूम है അല്ലേ, നവജാൻ പക്ഷിക്ക് അറിയാം उसका अस्तित्व अब नष्ट हो गया, അതിൻ്റെ അസ്തിത്വം ഇപ്പോൾ നഷ്ടപ്പെട്ടിരിക്കുന്നു. ലേക്കിൻ എന്നാൽ ദീമകോം കാ ഷൗക്ക് ജോ ഉസേത്ത, ആ ചിതലുകളെ അത്രയ്ക്കും അവൻ എന്താണ് ഭക്ഷിക്കാനുള്ള ഒരു അത്യാഗ്രഹമായിരുന്നു. ഉസ്നെ സോച്ച, അവൻ ചിന്തിച്ചു. മേ ഗുദ് ദീമകേൻ ടൂട്ടൂങ്ക, മേ ഞാൻ, ഗുദ് മീൻസ് സെൽഫ്, സ്വയം, ദീമകയും ചിതലുകളെ, ടൂട്ടൂങ്ക എന്താ ടൂട്ടിന, സെർച്ചിങ് അല്ലേ. ടൂട്ടൂങ്ക പറഞ്ഞാൽ അന്വേഷിക്കും. അപ്പോൾ അവൻ ഇപ്പോൾ ഗാഡിവാലെ കാണാനില്ല. അതായത് ഈ പക്ഷിയുടെ ചിറകുകളൊക്കെ നഷ്ടപ്പെട്ടു തുടങ്ങി. അപ്പോൾ അത് അറിയാമായിരുന്നു നമ്മുടെ ഗാഡിവാലയ്ക്ക്. അപ്പോൾ ആ ഗാഡിവാലയുടെ പ്രലോഭനത്തിൽ വീണുകൊണ്ട് പക്ഷി തൻ്റെ അസ്തിത്വം നഷ്ടപ്പെടുത്തി. അങ്ങനെ അതിൻ്റെ തൂവലുകളൊക്കെ നഷ്ടപ്പെട്ടു. അപ്പോൾ അത് കാരണം ഈ ഗാഡിവാലയെ ഇപ്പോൾ സ്ഥിരമായിട്ട് കാണാനില്ല. ഉസ് സമയവോ പക്ഷീനെ സോച്ച, ആ സമയത്ത് ആ പക്ഷി ചിന്തിച്ചു. ക്യാ സോച്ച, എന്താ ചിന്തിച്ചത്. മേ ഗുദ് ദീമകൻ ടൂട്ടുങ്ക, ഞാൻ സ്വയം ചിതലുകളെ തിരഞ്ഞു കണ്ടുപിടിക്കും. ഇസ്ലിയെ വ പേട് പർ സെ ഉത്തർക്കർ ജമീൻ പർ ആ ഗയാ, ഇസ്ലിയെ അതുകൊണ്ട് വ പേട് പർ സെ, അത് മരത്തിൽ നിന്ന്, ഉത്തർക്കർ ഇറങ്ങിയിട്ട്, ജമീൻ പർ ആ ഗയാ നിലത്ത്
നിലത്ത് തുടരേണ്ടി വന്നു അതിന്. ഔർ ഗാസ് കെ എന്നിട്ട് ഗാസ് കെ ഹേക്ക് ലഹരാത്തെ, ഇത് ലഹരാന പറഞ്ഞാൽ അലയടിക്കുക എന്നാണ്. ഇവിടെ ലഹരാത്തെ ഗുച്ച മീൻസ് കൂട്ടം അല്ലേ. ഔർ ഗാസ് കെ, ഗാസ് മീൻസ് ഗ്രാസ്, ഗാസ് കെ ഏക്ക് ലഹരാത്തെ ഗുച്ചേമേം ഒരു പുൽക്കൂട്ടത്തില് സിമട്കർ, എന്താ സിമട്ന, ഒതുങ്ങിക്കൂടിയിട്ട് ചുരുണ്ടുകൂടി ഒതുങ്ങിക്കൂടിയിട്ട് ബൈഠ് ഗയ അത് ഇരിക്കുകയായിരുന്നു. അതായത് ഇപ്പോൾ പക്ഷി गुद दीमगोम टूटने के लिए ज़मीन पर आ गया, पेड़ से ज़मीन पर आ गया. ഈ പക്ഷി എന്ത് ചെയ്തു? സ്വയം ഇതിനെ ചിതലുകളെ അന്വേഷിക്കാൻ വേണ്ടി സെർച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് മരത്ത് നിന്ന് താഴെ ഭൂമിയിലേക്ക് ഇറങ്ങി വരികയും വ ഏക്ക് ഗാസ് കെ ലഹരാത്തെ ഗുച്ഛേ പർ സിമട്കർ ബൈഠ് ഗയ, അതായത് ഒരു പുൽത്തകിടിയിലെ പുല്ലിൻ്റെ നടുവിലെ പുല്ലിൻ്റെ ഇടയിൽ അത് ചുരുണ്ടുകൂടി ഇരുന്നു. नेक्स्ट पैराग्राफ. फिर एक दिन उस पक्षी के जी में न मालूम क्या आया, वह खूब मेहनत से ज़मीन में से दीमकें चुन चुन कर गाने के बजाय उन्हें इकट्ठा करने लगा. अब उसके पास दीमकों के ढेर हो गया. वह गाने के लिए वह गुद दीमकों को टूटने लगा. ले वह पक्षी, वह नौजवान पक्षी दीमकों गाने की शौक से അല്ലേ, ചിതലുകളെ കഴിക്കാനുള്ള ആ അത്യാഗ്രഹത്താൽ, അതിയായ ആഗ്രഹത്താൽ അതെന്ത് ചെയ്യാൻ തുടങ്ങി? ഗുദ് ദീമകം കോ ടൂട്ട്നെ ലഗ, സ്വയം അതായത് ചിതലുകളെ അന്വേഷിക്കാൻ തുടങ്ങി. ഇനി എന്താ ഉണ്ടായത്? ഫിർ എന്നിട്ട് ഏക് ദിൻ ഒരു ദിവസം ഉസ് പക്ഷിക്ക് ജീമേം ആ പക്ഷിയുടെ മനസ്സിൽ, ജി മീൻസ് മനസ്സ്, മൈൻഡ്, മനസ്സിൽ മേം ന മാലും ക്യാ ആയ അറിയാൻ കഴിഞ്ഞില്ല, ക്യാ ആയ എന്താണ് വന്നത്. അപ്പോൾ ഒരു ദിവസം അതിൻ്റെ മനസ്സ് ഒന്ന് മാറി. എന്താണത് മാറി ചിന്തിച്ചത് നോക്കൂ. വ ഗൂബ് മേനത്ത് സെ ജമീൻ മേം സെ ദീമകേം ചുൻ ചുൻ കർ गाने के बजाय उन्हें इकट्ठा करने लगा. पर गाने के बदले वह पक्षी ने क्या किया? दीमकों ने टूटकर गाने के बदले वह पक्षी ने क्या किया? वह खूब मेहनत से, അത് खूब मीन्स बहुत, इनफ, മെഹനത്ത് സേ, മെഹനത്ത് ഹാർഡ് വർക്കിംഗ് അല്ലേ, വളരെ പ്രയാസപ്പെട്ട് കഠിനാധ്വാനം ചെയ്തിട്ട് ജമീൻ മേം സേ നിലത്തു നിന്ന്, ഭൂമിയിൽ നിന്ന്, ദീമകേം ചുൻചുൻകർ ദീമകേം ചിതലുകളെ ചുൻചുൻകർ കളക്ട് ചെയ്തിട്ട്, ഗാനേക്കെ ബജായ് കഴിക്കുന്നതിന്, ബജായ് പകരം, ഉനേം അവയെ, ദീമകോംകോ ഇക്കട്ടാ കർണേ ലഗ കളക്ട് ചെയ്യാൻ തുടങ്ങി, ശേഖരിക്കാൻ തുടങ്ങി, അതിനെ സ്വരുക്കൂട്ടി വെക്കാൻ തുടങ്ങി. അബ് ഉസ്കെ പാസ് ഇപ്പോൾ ആ പക്ഷിയുടെ അടുത്ത് ദീമകോം കെ ചിതലുകളുടെ ढेर हो गया ഒരു കൂമ്പാരം തന്നെ ഉണ്ട്, മാസ് കൂമ്പാരം. ഓക്കെ, नेक्स्ट पैराग्राफ. फिर एक दिन एकाएक वह गाड़ी वाला दिखाई दिया. पक्षी को बड़ी खुशी हुई. उसने पुकार कर कहा, गाड़ी वाले, ओ गाड़ी वाले, मैं कब से तुम्हारा इंतज़ार कर रहा था. फिर അങ്ങനെ एक दिन ഒരു ദിവസം, എക്കായക് പെട്ടെന്ന്, വ ഗാഡിവാല ദിഖായി ദിയ ആ ഗാഡിവാലയെ കണ്ടു പക്ഷി. पक्षी को बड़ी खुशी हुई. उस समय वो नौजवान पक्षी को बड़ी खुशी हुई. गाड़ी वालों को देखते समय वो പക്ഷി को बड़ी खुशी हुई. ഒരു ദിവസം ആ ഗാഡിവാലയെ പെട്ടെന്ന് കാണുകയും അങ്ങനെ അതിനെ കണ്ടപ്പോൾ നമ്മുടെ നൗജവാൻ പക്ഷിക്ക് വളരെയധികം ഹാപ്പിയായി. उसने पुकार कर कहा, അങ്ങനെ നൗജവാൻ പക്ഷി എന്ത് ചെയ്തു? പുക്കാർ കർ കഹ, ഉസ് ഗാഡിവാലെ സെ കഹ അല്ലേ, ഗാഡിവാലയോട് വിളിച്ചു ചോദിക്കുകയാണ്, ഗാഡിവാലെ, ഓ ഗാഡിവാലെ അല്ലേ, അല്ലയോ വണ്ടിക്കാര, മേ കബ്സേ ഞാൻ എപ്പോൾ മുതലാണ്, തുമാര ഇന്തസാർ കരഹാത്ത, ഇന്തസാർ മീൻസ് പ്രതീക്ഷിച്ചിരിക്കുക, നിങ്ങളെ എത്രയായി ഞാൻ നിങ്ങളെ പ്രതീക്ഷിച്ചുകൊണ്ട് ഇവിടെ ഇരിക്കുന്നു. पहचानी आवाज़ सुनकर गाड़ी वाला रुक गया. तब पक्षी ने कहा, देखो मैंने कितनी सारी दीमकें जमा कर ली है. പഹചാനി ആവാസ്, എന്താ പഹചാനി ആവാസ്? പരിചിതമായ ആവാസ് മീൻസ് സൗണ്ട്, ശബ്ദം. സുൻകർ കേട്ടിട്ട്, ഗാഡിവാല രുക്ഗയ ഗാഡിവാല എന്ത് ചെയ്തു? ഒന്ന് നിന്നു. തബ് പക്ഷീനെ കഹ അപ്പോൾ പക്ഷി പറഞ്ഞു, ദേക്കോ നോക്കൂ, മേനെ കിത്തനി സാരി ഞാൻ എത്രത്തോളം ദീമകേം ചിതലുകളെയാണ് ജമാ കർലി ഹെ ഇവിടെ സ്വരുക്കൂട്ടി വെച്ചിരിക്കുന്നത്. गाड़ी वाले को पक्षी की बात समझ में नहीं आई. उसने सिर्फ इतना कहा, तो मैं क्या करूं?
ഗാഡിവാലേക്കോ ഈ ഗാഡിവാലയ്ക്കാകട്ടെ പക്ഷി കി ബാത്ത് പക്ഷി പറഞ്ഞ കാര്യങ്ങൾ സമജ് മേ നഹിമായി മനസ്സിലായില്ല. ഉസ്നെ സിഫ് അയാള് സിഫ് ഇത്തന കഹ ഇത്രയേ പറഞ്ഞു. എന്താ പറഞ്ഞത്? തോ മേ ക്യാ കരും അതിന് ഞാനിപ്പോൾ എന്താ ചെയ്യേണ്ടത്? ഞാൻ എന്ത് ചെയ്യണം? ये मेरी दीमगेम ले लो और मेरे पंग मुझे वापस कर दो പക്ഷി ने ജവാബ് ദിയ. ये मेरी അല്ലേ, ഇതിനിപ്പോൾ ഞാൻ എന്ത് വേണമെന്ന് ഗാഡിവാല ചോദിച്ചപ്പോൾ നമ്മുടെ നൗജാൻ പക്ഷി എന്താ പറയുന്നത്? യേ മേരി ദീമകേം ലേലോ. ഇത് നോക്കൂ, എന്താണ് ഈ മേരി ദീമകേം, ഞാനിവിടെ കളക്ട് ചെയ്ത് വെച്ചിട്ടുള്ള ദീമകേം ചിതലുകളെ ലേലോ എടുത്താലും, അവർ മേരെ പങ്ക് ഇതെടുത്തിട്ട് നിങ്ങൾ എന്ത് ചെയ്തോ? മേരെ പങ്ക് എൻ്റെ ചിറകുകൾ മുജേ വാപ്പസ് കർദോ എനിക്ക് തിരിച്ചു തരൂ എന്ന് പറഞ്ഞു. പക്ഷീനെ ജവാബ് ദിയ പക്ഷി മറുപടി പറഞ്ഞു. गाड़ी वाला टटाकर हंस पड़ा. उसने कहा बेवकूफ़ मैं दीमक के बदले पंग लेता हूँ पंग के बदले दीमक नहीं. गाड़ी वाला टटाकर हंस पड़ा. गाड़ी वाला ഇത് കേട്ടപ്പോൾ टटाकर हंस पड़ा. हंसना മീൻസ് ലോഫിങ്, മുസ്കുരാന സ്മൈലിംഗ്. ടട്ടാക്കർ ഹസ്ന മീൻസ് അട്ടഹസിച്ചു, പരിഹസിച്ചുകൊണ്ട് അട്ടഹസിച്ചിരിച്ചു. ഉസ്നെ കഹ എന്നിട്ട് ഗാഡിവാല പറയുകയാണ് ബേവ്കൂഫ് ദ ബേവ്കൂഫ് സ്റ്റുപ്പിഡ് അല്ലേ, എന്താണ് ഫുളിഷ് വിഡ്ഡി. മേം ഞാൻ ദീമക്കെ ബദലെ ചിതലുകൾക്ക് പകരം, ബദലെ മീൻസ് പകരം അല്ലേ, ബദലെ പങ്കിലേത്താകും ചിതലുകൾ നൽകിക്കൊണ്ട് വേറെ ആളുകൾക്ക് ചിതലുകൾ നൽകിയിട്ട് അതിന് പകരം മെനയ്ക്കാലേത്താകും ഞാൻ എന്താണ് എടുക്കുന്നത്? പങ്ക് അല്ലേ, പങ്ക് ചിറകുകളാണ് ഞാൻ സ്വീകരിക്കുന്നത്. പങ്ക് കെ ബദലെ ദീമക് നെഹീം പങ്ക് കെ ബദലെ അല്ലേ, ചിറകുകൾക്ക് പകരം ചിതലുകളെല്ലാം ഞാൻ എടുക്കുന്നത്. ഓക്കെ. ഗാഡിവാലിനെ പങ്ക് ശബ്ദ പർ ബഹുത് ജോർ ദിയാ ഹത്ത. ഗാഡിവാല പങ്ക് എന്ന ശബ്ദം അല്ലേ, അതായത് ചിറകുകൾ എന്ന ശബ്ദം ബഹുത് ജോർ ദിയ വളരെയധികം സ്ട്രെസ് ചെയ്ത് പറഞ്ഞു. അതായത് പങ്കിലേത്താകും, അതായത് മേ ദീമക്കെ ബദലെ പങ്കിലേത്താകും ഞാൻ ചിതലുകളെ നൽകിക്കൊണ്ട് പകരം ചിറകുകളാണ് എടുത്തിരുന്നത്. ലേക്കിൻ പങ്ക് കെ ബദലെ ദീമകെ നെഹി അതായത് ചിറകുകൾ വിറ്റിട്ട് എന്തല്ല പിന്നെ പങ്ക് എടുക്കുകയല്ല ചെയ്യുന്നത്. ഗാഡിവാല ചലാഗയ അതും പറഞ്ഞുകൊണ്ട് നമ്മുടെ ഗാഡിവാല എന്ത് ചെയ്തു? ചലാഗയ പോയി. പക്ഷി ചട്പടാക്കർ രേഖയ ഈ പക്ഷി ഇയാളുടെ ഡയലോഗ് കേട്ടപ്പോൾ ചട്പടാക്കർ വളരെ വേദന കൊണ്ട് നിരാശനായിട്ട് രേഖയ അവിടെ നിന്നുപോയി. एक दिन एक काली बिल्ली आई और उसने मुंह में उसे दबाकर चली गई. അങ്ങനെ ഏക് ദിൻ ഒരു ദിവസം ഏക് കാലി ബില്ലി ഒരു കറുത്ത പൂച്ച ആയി വന്നു. അവർ അപ്പനെ മുഹ്മേ അങ്ങനെ എന്ത് ചെയ്തു? ആ പൂച്ച അപ്പനെ മുഹ്മേ തൻ്റെ വായിൽ ഉസേ ദബാക്കർ അതിനെ അമർത്തിയിട്ട് ആ പക്ഷിയെ അമർത്തിയിട്ട് ചലീഗയി പോയി. അതായത് പക്ഷീനെ ആര് പിടിച്ചു? കറുത്ത പൂച്ച പിടിച്ചു. तब उस पक्षी का गून टपक टपक कर जमीन पर बूंदों की लकीर बना रहा था. തബ് അപ്പോൾ ഉസ് പക്ഷി കാ ഗൂൻ ആ പക്ഷിയുടെ ഗൂൻ മീൻസ് ബ്ലഡ് അല്ലേ, രക്തം. ടപക് ടപക് കർ എന്താ ടപക് ടപക് പറഞ്ഞാൽ തുള്ളി തുള്ളിയായിട്ട് ഇറ്റിറ്റ് ജമീൻ പർ ആ നിലത്തിലൂടെ ബൂന്തോം കി തുള്ളികളുടെ ലക്കീർ ബനാ രഹാത്ത ഒരു നീണ്ട നിര അങ്ങനെ വരിയായിട്ട് ഇങ്ങനെ നിരയായിട്ട് അങ്ങനെ പോയി. അതായത് രക്തത്തുള്ളികൾ ഒരു വരി വെച്ച് അങ്ങനെ പോയി. അതായത് ആ പൂച്ച പക്ഷീനെ കൊണ്ടുപോയ വഴി എന്താണ് അങ്ങനെ പോയി എന്നാണ് പറയുന്നത്. അതായത് രക്തത്തുള്ളികളാൽ പോയി, അതായത് രക്തത്തുള്ളികളായി പോയി എന്ന് പറഞ്ഞാൽ എന്താണ്? ആ പക്ഷിയെ എന്ത് ചെയ്തു? ആ പക്ഷിയെ പൂച്ച ഭക്ഷിച്ചു. इसका कारण क्या है? वह पक्षी की विशेषता बहुत ऊंचाई में उड़ने वाले पक्षी था. वह नौजवान पक्षी वह पक्षी धीमक गाने की उस प्रलोभन में पड़ गया അല്ലേ, അതായത് ചിതലുകളെ കഴിക്കാനുള്ള ആ പ്രലോഭനത്തിൽ ഗാഡിവാലയൊക്കെ പ്രലോഭനമേ ഗാഡിവാലയുടെ പ്രലോഭനത്തിൽ വീണിട്ട് അഡിക്റ്റ് ആയിട്ട് എന്ത് ചെയ്തു? വ അപ്പിനി അസ്തിത്വം നഷ്ട കരുതിയ ഉടനേക്ക് അസ്തിത്വം നഷ്ട കരുതിയ അല്ലേ, തൻ്റെ പറക്കാനുള്ള ആ കഴിവിനെ എന്ത് ചെയ്തു? നഷ്ടപ്പെടുത്തി. ഇസ്കെ ഫൽസ്വരൂപ് ക്യാ ഹേ അതിൻ്റെ അതായത് ഫലം എന്തായി? ഉസ് പക്ഷിക്കോ उड़ने की क्षमता नष्ट हो गई. वह अंत में शत्रु बिल्ली जैसे शत्रु ने उसको
ഖാദിയ അല്ലേ, അതിനെ ഭക്ഷിച്ചു. ഹമാരെ സമാജ് മേ നൗജവാൻ ബി ഇസി തരഹെ അല്ലേ, ഇന്നത്തെ നമ്മുടെ സമൂഹത്തിലെ സൊസൈറ്റിയിലെ പുതിയ തലമുറക്കാരും ഇങ്ങനെയാണ്. പ്രലോഭൻ മേ ഫൻസ്കർ വ അപ്പന അസ്തിത്വ നഷ്ട കർ ദിയ ഹെ, പ്രലോഭനത്തിൽ അതായത് വിജ്ഞാപൻ മേ ബി പരസ്യങ്ങളിലൊക്കെ അഡിക്റ്റ് ആയിട്ട് അവരെന്ത് ചെയ്യുന്നുണ്ട്, അതിന് പിറകെ പോയിട്ട് അതിൻ്റെ വരും വരായ്മകളെക്കുറിച്ച് ചിന്തിക്കാതെ ഇന്നത്തെ പുതിയ തലമുറ എന്ത് ചെയ്യുന്നുണ്ട്, പുതിയ തലമുറ അതിന് അഡിക്റ്റ് ആയിക്കൊണ്ട് അതിൻ്റെ വരും വരായ്മകളെക്കുറിച്ച് ചിന്തിക്കാതെയും മുതിർന്നവർ പറയുന്നത് അനുസരിക്കാതൊക്കെ അവർ ഇറങ്ങി തിരിച്ചിട്ട് അവസാനം അവർക്ക് തിരിച്ചറിവ് ഉണ്ടാകുന്ന സമയത്ത് പിന്നെ അതൊരിക്കലും എന്ത് ചെയ്യാം, തിരിച്ച് നല്ലൊരു രീതിയിൽ വരാൻ പറ്റാത്ത അവസ്ഥ, അതൊക്കെ നമ്മുടെ ഒരുപാട് കാര്യങ്ങളിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് അല്ലേ. ഓക്കെ, അപ്പോൾ ഈ കഥയിൽ നിന്ന് അതാണ് മനസ്സിലാക്കുന്നത്, നമ്മുടെ അസ്തിത്വം നമ്മൾ ഒരിക്കലും നഷ്ടപ്പെടുത്തരുത്. മുതിർന്നവർ പറയുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, അവർ നമ്മുടെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ് പറയുന്നതെന്ന് മനസ്സിലാക്കാനുള്ള സാമാന്യ ബോധത്തോടു കൂടി നമ്മൾ പ്രവർത്തിക്കണമെന്നാണ് ഈ കഥയിലൂടെ സൂചിപ്പിക്കുന്നത്. ഓക്കെ, आज की कक्षा में अभी समाप्त करती हूँ. ओके, धन्यवाद.